കൊറോണ വൈറസ് ഭീതിയിലാണ് നാം എല്ലാം ഇന്ന് കഴിയുന്നത്. നമ്മുടെ രാജ്യം 4 ലോക്ക്ഡൌൺ ഘട്ടങ്ങൾ കഴിഞ്ഞ് അൺലോക്ക് 1 കടന്നു പോകുന്നതെങ്കിലും കൊറോണ കേസുകൾ ദിനംപ്രതി കുത്തനെ ഉയരുകയാണ്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്ത 2 കാര്യങ്ങളാണ് ഫേസ് മാസ്കും സാനിറ്റൈസറും. ഇന്നത്തെ വീഡിയോ എങ്ങനെ ശരിയായ രീതിയിൽ ഫേസ് മാസ്ക് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്രധാനമായും 2 തരം മാസ്കുകളാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. ഒന്ന് ഫാബ്രിക് മാസ്ക് അഥവാ തുണി കൊണ്ടുള്ള മാസ്ക്, രണ്ടാമത്തേത് സർജിക്കൽ മാസ്ക്. WHO ശുപാർശ അനുസരിച്ച് ഹെൽത്ത് വർക്കേഴ്സ്, COVID-19 സിംറ്റംസ് ഉള്ളവർ, 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, സസ്പെക്റ്റഡ് കോവിഡ് കേസുകളുമായി നേരിട്ട് ഇടപഴകുന്നവർ, ദീർഘകാലമായി രോഗങ്ങളുള്ളവർ എന്നിവരാണ് തീർച്ചയായും സർജിക്കൽ മാസ്ക് തന്നെ ധരിക്കേണ്ടത്. ബാക്കിയുള്ളവർ ഫാബ്രിക് മാസ്ക് ധരിച്ചാലും മതിയാകും. നമുക്ക് ആദ്യം ഫാബ്രിക് മാസ്ക് എങ്ങനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് നോക്കാം. മാസ്ക് ധരിക്കുന്നതിന് മുൻപ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ കൈകൾ നല്ല വൃത്തിയായി ഹാൻഡ് സാനിറ്റൈസറോ അഥവാ സോപ്പും വെള്ളമോ ഉപയോഗിച്ച് കഴുകുക. ശേഷം മാസ്ക് എടുത്ത് ശരിയായി പരിശോധിക്കുക. അതിൽ എന്തെങ്കിലും കേടുപാടുകളുണ്ടോ, അതോ മുഷിഞ്ഞാണ് ഇരിക്കുന്നത്, ചെളി വീണിട്ടുണ്ടോ എന്നൊക്കെ. ഇതെല്ലാം ഉറപ്പുവരുത്തി കഴിഞ്ഞതിന് ശേഷം മാത്രം ഫേസ് മാസ്ക് മുഖത്ത് ധരിക്കുക. ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മൂക്കും വായുഭാഗവും കവിളും മുഴുവനും മറയ്ക്കുന്ന രീതിയിൽ വേണം ഫേസ് മാസ്ക് ധരിക്കാൻ. നിങ്ങളുടെ മുഖവും മാസ്കും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടാവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. മാസ്ക് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാസ്കിന്റെ പുറത്തെ പ്രതലത്തിൽ ഒരിക്കലും സ്പർശിക്കാതിരിക്കുക. കണ്ടാമിനേഷൻ ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ നിങ്ങൾ സ്പർശിച്ചു പോയാൽ ഉടൻ തന്നെ ഹാൻഡ് സാനിറ്റൈസറോ സോപ്പും വെള്ളമോ ഉപയോഗിച്ച് നിങ്ങളുടെ കൈകൾ വൃത്തിയായി കഴുകുക. മാസ്ക് അഴിച്ചു മാറ്റുമ്പോഴും മാസ്കിന്റെ പുറത്തെ പ്രതലത്തിൽ സ്പർശിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന്റെ സ്ട്രാപ്പിൽ മാത്രം പിടിച്ചുകൊണ്ട് മാസ്ക് അഴിച്ചു മാറ്റുക. മാസ്ക് അഴിച്ചു മാറ്റിയതിനു ശേഷവും കൈകൾ ഹാൻഡ് സാനിറ്റൈസറോ സോപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകുക. ഫാബ്രിക് മാസ്ക് ഉപയോഗം കഴിഞ്ഞാൽ ഉടൻ തന്നെ സോപ്പ് വെള്ളത്തിൽ നന്നായി കഴുകി വെയിലത്ത് ഉണക്കി പിന്നീട് ഉപയോഗിക്കുന്നതിന് മുൻപ് ഒന്ന് തേക്കുക കൂടി ചെയ്താൽ ഏറെ നല്ലതായിരിക്കും. ഇന്നിപ്പോ നമുക്ക് ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള മാസ്കുകൾ കാണാൻ പറ്റും. പ്രിന്റ് ഉള്ളത്, പ്രിന്റ് ഇല്ലാത്തത്. അതൊന്നൊരു അലങ്കാരം പോലെയാണ് പലരും ഉപയോഗിക്കുന്നത്. അപ്പം ചിലര് ടവലും മാസ്ക് ആയിട്ട് ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാം. ഒരു ചേട്ടൻ ഒരു ടവലാണ് മാസ്ക് ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. ടോയ്ലറ്റിൽ അങ്ങോട്ട് പോയി വന്നാന്ന് തോന്നുന്നു. വന്നു കഴിഞ്ഞ പാടെ മാസ്ക് മുഖത്തുനിന്ന് ഊരി, ആ ടവൽ അങ്ങ് ഊരി. ടവൽ ഊരിയിട്ട് കൈയൊക്കെ ആ ടവലിന്റെ 2 വശത്തും ഒക്കെ തുടച്ചു. ഒരു വശത്തല്ല 2 വശത്തും തുടച്ചു കഴിഞ്ഞിട്ട് അതേ ടവലും കൊണ്ട് തന്നെ മുഖം മുഴുവൻ തുടച്ചു. എന്നിട്ട് വീണ്ടും മാസ്ക് പോലെ ആ ടവലെടുത്ത് മുഖത്ത് കെട്ടി. ഇങ്ങനെ ചെയ്യുന്നത് മാസ്ക് ഉപയോഗിക്കാതിരിക്കുന്നതിനേക്കാൾ ഏറെ ദോഷമാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും ആരും കാണിക്കാതിരിക്കുക. അടുത്തത് നമുക്ക് സർജിക്കൽ മാസ്കിനെ കുറിച്ച് നോക്കാം. ഇന്ന് നമുക്ക് വിപണിയിൽ ലഭിക്കുന്ന സർജിക്കൽ മാസ്ക് പ്രധാനമായും 3 ലെയർഡ് ആണ്. ഏറ്റവും പുറത്തെ ലെയർ വാട്ടർ റിപ്പല്ലന്റ് ലെയർ ആണ്. ഇത് വെള്ളത്തിൽ പ്രതിരോധിക്കും, വെള്ളത്തിൽ ഒരിക്കലും അബ്സോർബ് ചെയ്യത്തില്ല. നടുക്കത്തെ ലെയർ ഒരു ഫിൽട്ടർ ആണ്. ഈ ഫിൽട്ടർ ആണ് വൈറസിനെയും ബാക്ടീരിയനെയും മറ്റും ഫിൽട്ടർ ചെയ്ത് തടഞ്ഞു നിർത്തുന്നത്. ഏറ്റവും അകത്തെ ലെയർ വാട്ടർ അബ്സോർബന്റ് ലെയർ ആണ്. അപ്പോൾ നമ്മൾ ഫേസ് മാസ്ക് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഫേസ് മാസ്കിന്റെ ഒരു ഭാഗം കൂടുതൽ കടും നിറത്തിലുള്ളതായിരിക്കും. ഈ കടും നിറത്തിലുള്ള ഭാഗമാണ് വാട്ടർ റിപ്പല്ലന്റ് ലെയർ. ഈ ലെയർ എപ്പോഴും പുറത്തേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ വേണം മാസ്ക് ഇടാൻ. വാട്ടർ അബ്സോർബന്റ് ലെയർ അകത്തേക്ക്. ഇങ്ങനത്തെ മാസ്കുകളിലെല്ലാം ഒരു മെറ്റൽ സ്ട്രിപ്പ് ഉണ്ടാവും. ആ സ്ട്രിപ്പ് മോൾ ഭാഗത്തേക്കും വേണം വരാൻ. അങ്ങനെ വേണം നമ്മൾ മാസ്ക് ധരിക്കാൻ. അപ്പം ഫാബ്രിക് മാസ്കിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ മാസ്ക് ധരിക്കുന്നതിന് മുൻപേ കൈകൾ വൃത്തിയായി ഹാൻഡ് സാനിറ്റൈസറോ സോപ്പും വെള്ളമോ ഉപയോഗിച്ച് കഴുകി നല്ല വൃത്തിയാക്കുക. ശേഷം മാസ്ക് ശരിക്കൊന്ന് പരിശോധിക്കുക, എന്തെങ്കിലും കേടുപാടുകളുണ്ടോ, ചെളി പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ. ഇതിനുശേഷം നിങ്ങളുടെ മൂക്കും വായ്ഭാഗവും കവിളും മുഴുവനായി കവർ ചെയ്യുന്ന രീതിയിൽ മാസ്ക് ധരിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കാരണവശാലും മാസ്കിന്റെ മുൻ പ്രതലത്തിൽ സ്പർശിക്കാനേ പാടില്ല.
മാസ്ക് അഴിച്ചു മാറ്റുമ്പോഴും അതിന്റെ സ്ട്രാപ്പിൽ മാത്രം പിടിച്ച് അഴിച്ചു മാറ്റി മുഖത്തിൽ നിന്ന് മാറ്റി പിടിക്കുക. ഇപ്പൊ നമ്മൾ കുറച്ചു നേരമേ ഒരു സർജിക്കൽ മാസ്ക് ഉപയോഗിച്ചു അത് കളയാൻ മടിയാണെങ്കിൽ ഒരു സീൽഡ് പ്ലാസ്റ്റിക് ബാഗിൽ അത് സൂക്ഷിച്ചു വെക്കാം എന്നാണ് WHO പറയുന്നത്. എന്നാൽ ആ ഫേസ് മാസ്ക് നനഞ്ഞതായോ ചെളി പുരണ്ടതായോ മുഷിഞ്ഞതായോ നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും പിന്നെ അത് ഉപയോഗിക്കാൻ പാടില്ല. സർജിക്കൽ മാസ്ക് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ അത് റീയൂസബിൾ അല്ല. ഒരു പ്രാവശ്യം അത് മുഷിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഡിസ്കാർഡ് ചെയ്യണം. ഡിസ്കാർഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ചുമ്മാ വഴിയരികിലും അവിടെയും ഇവിടെയും ഫേസ് മാസ്ക് വലിച്ചെറിയരുത്. മറിച്ച് ശരിയായ രീതിയിൽ വേണം ഫേസ് മാസ്ക് ഡിസ്പോസൽ നടത്താൻ. എപ്പോഴും സർജിക്കൽ മാസ്ക് തന്നെയാണ് ഫാബ്രിക് മാസ്കിനെക്കാളും കൂടുതൽ പ്രൊട്ടക്ഷൻ നമുക്ക് നൽകുന്നത്. പക്ഷെ WHO പറയുന്നത് COVID-19 അത്ര അടുത്ത് ഇടപഴകുന്ന ആൾക്കാർക്ക് മാത്രമാണ് അത്രയേറെ പ്രൊട്ടക്ഷന്റെ ആവശ്യമെന്നാണ്. അപ്പൊ ബാക്കിയുള്ളവരെല്ലാവരും ഫാബ്രിക് മാസ്ക് എങ്കിലും ഉപയോഗിക്കണം. ഇപ്പൊ തന്നെ നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കാണാം പലരും മാസ്ക് വളരെ തെറ്റായ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ചിലര് മൂക്ക് മറക്കത്തില്ല, ചിലരുടെ മാസ്കിന്റെ മോൾ ഭാഗം വായുടെ അകത്തായിരിക്കും, ചിലര് അതൊരു മാല പോലെയാണ് ഇട്ടിരിക്കുന്നത്, കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുകയാണ്, കയറ്റി വെക്കത്തില്ല. അങ്ങനെ പലതരം രീതികൾ നമുക്ക് കാണാൻ സാധിക്കും. ചിലരാണെങ്കിൽ സംസാരിക്കാൻ വരുമ്പം മാസ്ക് ഊരും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടും മാസ്ക് ഇടാതിരിക്കുന്നതും ഒരേപോലെയാണ് എന്ന് ദയവായി മനസ്സിലാക്കുക. മാസ്ക് ധരിച്ചത് കൊണ്ട് മാത്രമായില്ല, നമ്മൾ പരമാവധി പുറത്തേക്ക് പോകാതിരിക്കുക. പുറത്ത് പോയാൽ തന്നെ അവിടെയും ഇവിടെയും ഒക്കെ സ്പർശിക്കാതിരിക്കുക. ഇനി സ്പർശിച്ചു പോയാൽ ഉടൻ തന്നെ ഹാൻഡ് സാനിറ്റൈസറോ സോപ്പും വെള്ളമോ ഉപയോഗിച്ച് കൈകൾ കഴുകുക. കൈകൾ ഇടയ്ക്കിടയ്ക്ക് കഴുകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫേസ് മാസ്ക് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.